ഹേ ഗായ്സ്, സഞ്ജൂസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ പച്ചക്കറികൾ നമുക്ക് പരിചയപ്പെടാം. കണ്ടോ, എല്ലാം നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് കണ്ടോ ഫ്രണ്ട്സ്, എന്ത് രസമെന്നറിയും. ഞങ്ങളിതെല്ലാം കൂടെ പറിച്ച് വിപണി കൊണ്ട് കൊടുക്കും ഫ്രണ്ട്സ്. കണ്ട് എത്രത്തോളം എന്താണോ നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ, നല്ല വിലയുണ്ട് ഫ്രണ്ട്സ്. വിപണി കൊണ്ട് കൊടുത്താൽ പപ്പയുടെ കൃഷിയാണ്, അടിപൊളിയാണ്, കാണാൻ തന്നെ എന്താ ഒരു രസം. പഴുത്തൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഇതിലും ഡബിൾ ഭംഗിയാവും ഫ്രണ്ട്സ്. ഇത് പച്ചയായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നിൽക്കുന്നത്. എല്ലാത്തിലും ഒന്നും ഉണ്ടമുളക്, മണമില്ലാത്ത എരിവുള്ള ഉണ്ടമുളകാണിത്. നല്ല രസമുള്ള ഉണ്ടമുളക്. ഏട്ടനൊക്കെ മണമില്ലാത്ത ഉണ്ടമുളകാണ് ഇഷ്ടം. അതുകൊണ്ട് അത് തന്നെ കറക്റ്റ് ഈ ഒരു ഉണ്ടമുളക് മണമില്ലാത്തതെന്ന് അറിയത്തില്ലായിരുന്നു ഫ്രണ്ട്സ്. പിന്നെ അതായി വന്നപ്പോഴാണ് മണമില്ല എന്നറിയുന്നതാണ്. പഴുത്തത് ഇടയ്ക്ക് ഉണ്ട്, അത് കണ്ടാൽ പപ്പ ഉടനെ പറിച്ചുകൊണ്ട് പോവും. പപ്പവിനെ നടാൻ വേണ്ടിയിട്ട് കുറേ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ പന്നിയുടെ ശല്യം ഉള്ളത് കൊണ്ട് ചീനിയൊന്നും നടാനായിട്ട് പറ്റത്തില്ല. മുളകൊന്നും പന്നിക്ക് വേണ്ടാത്തതുകൊണ്ട് അതൊക്കെ കിളിച്ച് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് പപ്പ മൊത്തം പറമ്പ് നിറച്ച് മുളക് നടാറുണ്ട്. അങ്ങനെ പന്നിക്ക് വേണ്ടാത്ത സാധനങ്ങൾ മാത്രമേ നമുക്ക് പറമ്പിൽ നടാൻ പറ്റത്തുള്ളൂ. മുളക് കിളിച്ച് വരുന്നുണ്ട്. ഇതിന് കിളിച്ച് വന്നാലേ എന്ത് മുളകാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ കൂടെ തക്കാളി കിളിച്ച് വരുന്നുണ്ട്, ക്യാബേജ്, കോളിഫ്ലവറൊക്കെ അതിൻ്റെ കൂടെ തന്നെ ആ കിണറ്റിൻ്റെ സൈഡിലായിട്ട് പപ്പ വെച്ചിട്ടുണ്ട്. എല്ലാം ചട്ടിയിലും കവറിലും ഒക്കെ ആയിട്ടാണ്. കണ്ട തക്കാളിക്കകത്ത് പൂ വരെ വന്നു ഫ്രണ്ട്സ്. കായപ്പ വരുമോ പുറകേക്കാ വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല മഞ്ഞ കളർ കുഞ്ഞു പൂവ്. ഈ തക്കാളിയുടെ കമ്പിനും തണ്ടിനും ഒക്കെ നല്ല കട്ടിയുണ്ട് ഫ്രണ്ട്സ്. പക്ഷേ എൻ്റെ വീട്ടിൽ നിൽക്കുന്നതിന് കട്ടിയില്ല. അത് കോല് പോലെ നീളം വെച്ച് അത് കാരണം അതിനകത്തൊന്നും പിടിക്കുന്നില്ല. എന്നാലും ഞാൻ വെട്ടിക്കളഞ്ഞിട്ടൊന്നുമില്ല. നോക്കാം എവിടം വരെ പോകുന്നു. പിന്നെ പപ്പയുടെ കൃഷികളൊക്കെ കണ്ടാണ് ഇവിടെ ഇരിക്കുക. കിണറ്റിൻ്റെ കാര്യം ഇരിക്കുന്നതുകൊണ്ടും നല്ല വെയിലും എല്ലാം കിട്ടുന്നതുകൊണ്ട് നല്ല രീതിയിൽ തഴച്ച് വളരുന്നുണ്ട് ഫ്രണ്ട്സ്. ഇത് പൊളിഞ്ചിക്ക മരമാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ, അടുക്കള വശത്ത് ഫ്രണ്ടിൽ തന്നെയാണ്. നിറച്ച് കായ്ച്ച് നിൽക്കുന്ന സമയമാണ് ഫ്രണ്ട്സ്. ഞാൻ കുറേ പറിച്ചുകൊണ്ട് വന്നു കേട്ടോ, ഉപ്പിലിട്ടാനായിട്ട്. എത്ര പറിച്ചാലും തീരാത്ത രീതിയിൽ അക്ഷയപാത്രം പോലെ അതാണ് നിൽക്കുന്നത് പൊളിച്ചിക്കാൻ. വെളിച്ചം ഇലയിൽ തട്ടിത്തട്ടി അതിൻ്റെ ഇടയിൽ അത് എക്സ്പ്രഷൻ കൂടാതെ കഴിക്കാൻ പറ്റുന്നവരുണ്ടോ എല്ലാവർക്കും വേര് മുതൽ കാഴ്ച. പിന്നെ അതാ പപ്പയുടെ വാഴ കൃഷിയാണ് ചെയ്യുന്നത്. എല്ലാ വാഴകളും അതാ കൊലച്ച് വരുന്നതേ ഉള്ളൂ. ഫ്രണ്ട്സ്, വാഴ കൊലച്ച് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വിരിഞ്ഞ് ഓരോ പോള വിരിഞ്ഞ് അതിൻ്റെ അടിയിൽ കായായി വരുന്നു. കാണാൻ തന്നെ അപൂർവ കാഴ്ചയാണ് ഫ്രണ്ട്സ്. ആ കൂമ്പിനകത്ത് ഇതുപോലെ കായകളാണല്ലോ എന്ന് നോക്കുമ്പം നമ്മൾ എത്രയാ അടർത്തി അതിനകത്തുനിന്ന് തേൻ കുടിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.